പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മാത്സ് പഠിച്ചു. അത് ട്രിഗണോമെട്രിയുടെ ഭാഗങ്ങളെ പഠിച്ചു. എന്താണ് സൈൻ തീറ്റ, എന്താണ് കോസ് തീറ്റ, എന്താ ടാൻ തീറ്റ എന്ന് ചെറുതായിട്ട് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ എന്തും മനസ്സിലാക്കി, ചെറുതായിട്ട് വെക്ടറുകളുടെ തുക കാണുന്നതൊക്കെ ചെറുതായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ഇത് ഈ പഠിച്ച കാര്യങ്ങൾ എവിടെയാണ് നമുക്ക് ഫിസിക്സിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിരുന്നു, രണ്ട് ബലങ്ങൾ പരസ്പരം ലംബമായ രണ്ട് ബലങ്ങളെ കൂട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കൂട്ടാൻ പറ്റുക എന്നുള്ളത് ആണ് നമ്മുടെ ചോദ്യം. അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് കൂട്ടുക. ഇപ്പൊ നോക്കുക, ബി സി എന്ന് വലതുഭാഗത്തേക്ക് ഉള്ള ഒരു വെക്ടർ ഉണ്ട്, അതുപോലെ ഈ മുകളിലേക്ക് ബി എ എന്നൊരു വെക്ടർ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. ദിശയുള്ള അളവുകളെ പറയുന്ന പേരാണ് വെക്ടർ. അപ്പോൾ ഇതൊരു ഫോഴ്സ് ആണ്. എ എന്നൊരു ഫോഴ്സ് ആണെങ്കിൽ എനെ ഒരു വെക്ടറായിട്ട് പറയും. അപ്പൊ എൻ ഇങ്ങനെ സൂചിപ്പിക്കും, എ ഇങ്ങനെ സൂചിപ്പിക്കും. എ എന്നൊരു ഫോഴ്സ് ഇവിടെയും ഫോഴ്സ് ആവുന്നില്ല, വെലോസിറ്റി ഏത് വേണമെങ്കിൽ ആവണ്ട, ദിശയുള്ളതായിരിക്കും. ഇപ്പൊ ദിശയുള്ളത് കൊണ്ട് അങ്ങനെ പറയാം. അതേപോലെ ബി എന്ന ഇതിനെ എങ്ങനെ സൂചിപ്പിക്കാം? വെക്ടർ ബി എന്നും സൂചിപ്പിക്കാം. ഇവിടെ തുക കാണാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം വരിക? തുക കാണാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം വരിക? അതായത് നമ്മൾ പഠിച്ചു, ഇത് സാധാരണ പോലെ എ പ്ലസ് ബി കൂട്ടിയേ കിട്ടില്ല. എന്താ വെച്ചാൽ തുക ഇപ്പൊ ഇത് കൂടുമ്പോൾ ഈ ദിശയല്ലാത്ത മറ്റൊരു ദിശയാണ് ഉണ്ടായിരിക്കുക. മനസ്സിലായ? ഏത് ദിശ ഉണ്ടായിരിക്കുക? ഈ ദിശയായിരിക്കില്ല, വലത്തോട്ടായിരിക്കില്ല, അതുപോലെ മുകളിലേക്കും ആയിരിക്കില്ല. പിന്നെ എവിടേക്കായിരിക്കും? ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് ആ ദിശ. അതിന്റെ ദിശ വേറെ ആയിരിക്കും. ഇത് കൂട്ടുമ്പോൾ ഈ ദിശയും കൂടിച്ചേർന്ന മറ്റൊരു ദിശയെ കിട്ടുക. ആ ദിശ ഏതായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഇതെടുത്ത് എന്ത് ചെയ്യുക? പുറത്ത് വയ്ക്കുക, അല്ലേ? അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെടുത്ത് ഈ വെക്ടർ ഈ അറ്റത്ത് വെക്കുക. അപ്പൊ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും, അല്ലേ? അതിന്റെ കർണമായിട്ടാണ് ഇത് വരിക, ഈ ഉത്തരമായിട്ട് വരുന്ന വെക്ടർ. അപ്പൊ ഇത് രണ്ടിന്റെയും സങ്കലനമായിട്ട് അല്ലെ അഡീഷണൽ ആയിട്ട് വരുന്ന വെക്ടറിന്റെ ദിശ ഈ ചുവന്ന ലൈനായിരിക്കും. അതായത് ഇതിന്റെ മട്ടത്രികോണമാണെങ്കിൽ അതിന്റെ കർണമായിട്ടായിരിക്കും വരിക. അപ്പൊ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഇത് കിട്ടും. ഇനി തിരിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ ഈ വെക്ടറിനെ ഈ രണ്ട് വെക്ടറുകളെ സമ്മായിട്ട് പറയാം, അല്ലേ? അത് ഞാൻ ഈ രണ്ട് വെക്ടർ തന്നിട്ടില്ല വിചാരിക്കുക, ഈ വെക്ടർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിന്റെ സമ്മായി വരുന്ന രണ്ട് ലംബ വെക്ടറുകളെ തിരിച്ച് കണ്ടുപിടിക്കുക? ഇങ്ങനെ രണ്ടെണ്ണം തന്നാൽ കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ഇതിന്റെ കർണം വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ കിട്ടും. ഇത് രണ്ടും തന്നിട്ടില്ലേ, ഈ വെക്ടർ തന്നിട്ടുള്ളൂ വിചാരിക്കുക. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് നമ്മുടെ ട്രിഗണോമെട്രി നമ്മുടെ സഹായത്തിന് എത്തുന്നത്, അല്ലേ? ഇവിടെ ആംഗിൾ തീറ്റ ആംഗിൾ ആണെങ്കിൽ ഈ വശവും ഹരിച്ചാൽ കിട്ടുന്ന വില ഈ സൈൻ തീറ്റയ്ക്ക് തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കി നമ്മൾ, അല്ലേ? മറ്റൊരു കോണുകൾ പ്രത്യേകതയുണ്ട്. അത് ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഏത് ത്രികോണത്തിൽ കണ്ടുപിടിച്ചാലും സൈൻ തീറ്റയുടെ വില തുല്യമായിരിക്കും. അപ്പൊ നമുക്കറിയാം. അപ്പോ ഇതിനെന്ത് മനസ്സിലാക്കി? ബി ബൈ വെക്ടർ ബി അല്ലെങ്കിൽ സി എ ഹരണം ബി എ ഹരിച്ചാൽ സൈൻ തീറ്റയ്ക്ക് തുല്യമാണ്, അല്ലേ? സൈൻ തീറ്റ
ബി എ സൈൻ തീറ്റയ്ക്ക് തുല്യമാണ്. അഥവാ സി എയുടെ നീളം, അഥവാ സി എയുടെ നീളം എന്ന് പറഞ്ഞത് എന്തിന് തുല്യമായിരിക്കും? ഇത് അങ്ങോട്ട് കൊണ്ടുപോവാ, ഇതിന് ഹരിച്ചാൽ ഇത് കിട്ടും അല്ലേ? ഇത് അങ്ങോട്ട് കൊണ്ടുപോ എന്താവും? ഗുണനാവും ഇല്ലേ? ബി എ ഇൻറ്റു സൈൻ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇടത് ഭാഗത്ത് ബി കൊണ്ട് കുടിച്ചാൽ വലത് ഭാഗത്ത് ബി കൊണ്ട് കുടിച്ചാൽ മതി. ബി എം ഇടത് ഭാഗത്ത് ബി എം വെട്ടിപ്പോവും, അവിടെ ബി എ മാത്രം വരും. അപ്പൊ സി എ എന്ന് പറഞ്ഞാൽ, അതായത് സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന വെക്ടർ അല്ലേ? സി എന്ന വെക്ടർ ഏതിന് തുല്യമായിരിക്കും? സി എന്ന വെക്ടർ ഏതിന് തുല്യമായിരിക്കും? ബി എ. ബി എ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ബി എ എന്ന് പറഞ്ഞ ഈ വെക്ടർ, ചുവന്ന വെക്ടർ അല്ലേ? അത് കർണമായിരിക്കുന്ന വെക്ടർ അല്ലേ? ആ, ഇത് എ എന്നുള്ള വെക്ടർ, ഇത് ബി എന്നുള്ള വെക്ടർ, സി. അപ്പൊ സി എന്ന വെക്ടർ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി അല്ലെ? സി എന്ന് പറഞ്ഞ എത്രയാ? ബി ആണ് അല്ലേ? സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? ബി. അപ്പൊ ബി എന്ന് പറഞ്ഞത് കിട്ടാൻ ചെയ്താൽ മതി. ബി എ എന്ന് പറഞ്ഞ ഏതാ? സി. അതിനെ ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? സൈൻ തീറ്റ കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായ? അപ്പോ ഇതിന്റെ ലംബം കിട്ടാനായിട്ട് അല്ലേ എന്ത് ചെയ്താൽ മതി? ബി കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ കർണത്തിനെ സൈൻ തീറ്റ കൊണ്ട് ഗുണിച്ചാൽ മതി. ആ ബി സൈൻ തീറ്റ കണ്ട് ഈ ആംഗിളിന്റെ സൈൻ തീറ്റ അതൊരു ഫിക്സഡ് വലിയായിരിക്കും. അത് ഏത് ത്രികോണത്തിന് കണ്ടാലും തുല്യമായിരിക്കും. അപ്പൊ ഈ ത്രികോണത്തിന് കണ്ടാലും ഈ വലിയായിരിക്കും. സൈൻ തീറ്റയ്ക്ക് ഒരു വലിയ ഉണ്ടായിരിക്കും, ഓരോ ആംഗിളിനും ഓരോ വലിയ ഉണ്ടായിരിക്കും. അപ്പൊ സൈൻ തീറ്റയുടെ ആംഗിൾ എത്രയാണെന്ന് സൈൻ തീറ്റകൾ നോക്കിയാൽ കിട്ടും. അപ്പൊ ഈ ത്രികോണത്തിലും അത് സത്യമായത് കൊണ്ട് ആ സൈൻ തീറ്റയുടെ വില സി കൊണ്ട് ഗണിച്ചാൽ എന്ത് കിട്ടും? ഒരെണ്ണം കിട്ടും. അതുപോലെ അപ്പൊ നമുക്ക് ബി സൈൻ തീറ്റ ആയിരിക്കും ഒരെണ്ണം. മറ്റേതെന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാം, ഇതിനെ ബി സി എന്ന വശത്തെ ബി എ എന്ന വശം കൊണ്ട് ഗുണിച്ചാൽ, അതായത് സമീപത്ത് കിടക്കുന്ന ഈ ആംഗിളിന്റെ സമീപത്ത് കിടക്കുന്ന വശം അല്ലേ? അത് ബി സി. അതിനെ ബി എ കൊണ്ട് ഹരിച്ച് എന്താ കിട്ടുക? കർണം കൊണ്ട് ഹരിച്ച എന്താ കിട്ടുക? കോസ് തീറ്റ അല്ലേ? കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറഞ്ഞ എത്രയായിരിക്കും? ബി സി എന്ന് പറയുന്നത് ഇത് അങ്ങോട്ട് കൊണ്ടുപോയി മതി അല്ലേ? ബി എ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ അങ്ങനെ രണ്ട് ഭാഗത്തും ഇടതു ഭാഗത്തും വലത്തും ബി എ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഇടതു ഭാഗത്ത് ബി എം വെട്ടിപ്പോവും. ബാക്കി ഇവിടെ ഇടതു ഭാഗത്ത് എന്താ പറയുള്ളൂ? ബി എ അല്ല, ബി എ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. ഈ ബി സി എന്ന് പറഞ്ഞാൽ എന്താ? ബി സി എന്ന് പറഞ്ഞാൽ എ അല്ലേ? അപ്പൊ എ എന്ന് പറയുന്നത് ആണ് ബി സി. എ എന്ന് പറഞ്ഞത് എന്തുട്ടാ? അത് അടിഭാഗ ആ വെക്ടറിൽ എ എന്ന വെക്ടർ കിട്ടാൻ ബി എ എന്ന് പറഞ്ഞാൽ സി അല്ലേ? സി ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ. അപ്പൊ എ സമം എത്രയാണ്? എ സമം സി ഇൻറ്റു കോസ് തീറ്റ എന്ന് വെച്ചാല് ഇത് തന്നു കഴിഞ്ഞാൽ പരസ്പരം ലംബം കണ്ടുപിടിക്കാം. ഏതാണ്? ഈ വശത്തെ കോസ് തീറ്റ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് ഈ വശം ഇത് കിട്ടും, ഈ വെക്ടർ കിട്ടും. അതിന് മറ്റേ വെക്ടർ കിട്ടാനായിട്ട് അതായത് നമ്മളിപ്പോ ഒരു ചരട് കെട്ടിയിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കുക, നമ്മളിപ്പോ ഒരു ചരട് കെട്ടിയിട്ട്
ഇങ്ങനെ വലിക്കുക. ഇപ്പൊ ഒരു ആംഗിൾ ഉണ്ടാവില്ലേ, അതാണ് ആംഗിൾ എന്ന് പറഞ്ഞത്. കണ്ട, ഇങ്ങനെ വലിക്കുമ്പോ കണ്ട് നീങ്ങണില്ലേ? അപ്പൊ ഇതിങ്ങനെ നീങ്ങണു, കണ്ട എന്താ കാരണം? അപ്പൊ ഞാൻ ഇങ്ങടെ വലിക്കണത്, ഇത് ഇങ്ങടെ നീങ്ങണത് അല്ലേ? ഞാൻ വലിക്കണത് നോക്കിയ ഡയറക്ഷൻ നോക്കിയണ്ട, ഇങ്ങടെ വലിക്കണത്. പക്ഷെ ഇങ്ങോട്ട് നീങ്ങുമ്പോ അങ്ങോട്ട് ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണ എന്ത് ചെയ്യണം? കോസ് കൊണ്ട് ഇത് ഈ ഫോഴ്സിനെ ഞാൻ വലിക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അതിന് ഈ ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിന്റെ കോസ് കൊണ്ട് കറക്റ്റ് ഇങ്ങോട്ടുള്ള ഫോഴ്സ് കിട്ടും. ആണ് ഇങ്ങോട്ട് നീങ്ങണത്, കണ്ട? അപ്പൊ അതാണ് പറയണത്, മനസ്സിലായില്ലേ ഇത്? അപ്പൊ അതുപോലെ മുകളിലേക്കും ചെറിയ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായി? അത് കണ്ടൊക്കെ സൈൻ തീറ്റ കൊണ്ട് മുടിച്ച മുകളിലേക്കുള്ള ഫോഴ്സ് കിട്ടും. ചെറിയ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ എ സമം, അതായത് ഇത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന വശത്തിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഏതുകൊണ്ട് ഹരിക്കുക? കോസ് തീറ്റ കൊണ്ടും. എതിർഭാഗത്ത് കിടക്കുന്ന കണ്ടുപിടിക്കാൻ സൈൻ തീറ്റ കൊണ്ടും കുടിച്ചാൽ മതി. ഏതിനെ? കാരണത്തെ, ഈ ചെരിഞ്ഞ ഫോഴ്സിനെ അതുകൊണ്ട് ഗുണിച്ചാൽ മതി. ഇത്രയും. അപ്പൊ ബി കിട്ടാൻ ഇതിനെ സൈൻ തീറ്റ കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായ? എതിർവശം കിട്ടാൻ, ഇതൊരു തൊട്ട് കിടക്കുന്നത് കിട്ടാൻ കോസ് തീറ്റ കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ കാര്യം ഓർത്തിരുന്നാൽ മതി. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് ബലത്തിനെ അങ്ങനെ നമുക്ക് രണ്ടാക്കി ഭാഗിക്കാം. ഇങ്ങനെ ചെരിഞ്ഞിട്ടൊരു ബലമാണെങ്കിൽ അങ്ങനെ ഭാഗിക്കാം, അല്ലെങ്കിൽ അത് ആക്സിലറേഷൻ ആണെങ്കിലും അങ്ങനെ ഭാഗിക്കാം, വെലോസിറ്റി ആണെങ്കിലും അങ്ങനെ ഭാഗിക്കാം. ഇങ്ങനെയാണ് ദിശയുള്ള പരിമാണങ്ങളെ രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടറായി ഭാഗിക്കുന്നതും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറുകളെ കൂട്ടി യോജിപ്പിക്കുന്നതും. ഇപ്പൊ എങ്ങനെ പറയുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും സഹായത്താൽ പരസ്പരം ലംബമായ ബലങ്ങൾ കണ്ടുപിടിക്കുന്നത്, അല്ലെ വെക്ടറുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഇതാണ് അപ്ലിക്കേഷൻ. അപ്പൊ ട്രിഗണോമെട്രി പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയൂ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന്റെ ഉപയോഗമുള്ള മറ്റു ഒരു ഇത് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പന്ത് കളിക്കാറുണ്ടെങ്കിലൊക്കെ അറിയാം, പന്തടിച്ചാൽ എപ്പോഴും അത് റാ ഷേപ്പിലാണ് പോകാറ്. നിങ്ങളൊരു കല്ലെറിഞ്ഞാലും അത് റാ ഷേപ്പിലാണ് പോകാറ്. എന്തുകൊണ്ടാണ് റാ ഷേപ്പിൽ കല്ല് പോണത്, അടിക്കുന്ന പന്ത് പോണത്? അല്ലെങ്കിൽ ഒരു വെടിയുണ്ട് റാ ഷേപ്പിലാണ് പോവുക. നമ്മൾ ഒരു മരത്തിന്റെ ഇരിക്കുന്ന കുരങ്ങനെ ഒരു മരത്തെ കുരങ്ങനെ കറക്റ്റ് നേരെ വെച്ചിട്ട് വെടി വെച്ചാൽ അതിന്റെ മേത്ത് കൊള്ളില്ല. കാരണം എന്താ? അത് റാ ഷേപ്പിൽ പോകുമ്പോൾ താഴ്ന്നിട്ടാ പോവുക. മനസ്സിലായ? ഓക്കെ. അതെന്തുകൊണ്ട്? അതിനെ പറയും പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കാം. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ബൈ.